നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റുമെന്ന സുരേന്ദ്രന്റെ പ്രസ്താവന വലിയ വിവാദമായിട്ടും നിലപാടിൽ ഉറച്ച് ബിജെപി. എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ബത്തേരിയുടെ പേര് മാറ്റുന്നതിനായിരിക്കും ആദ്യ പരിഗണനയെന്നായിരുന്നു സുരേന്ദ്രന്റെ പ്രസ്താവന. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് കാണിച്ച് ബിജെപി പ്രചാരണത്തിന്റെ കാർഡുകളും പുറത്തിറക്കി. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പേരുമാറ്റത്തിൽ ബിജെപിയുടെ ലക്ഷ്യമെന്ത്? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 047135422100. വാട്സ്ആപ്പ് വീഡിയോ ആയും പ്രതികരണം അറിയിക്കാം. പ്രേക്ഷകർക്ക് സ്വാഗതം. എന്തായാലും വലിയ വിവാദമാണ് ഈ പേരുമാറ്റത്തിലൂടെ ഇവിടെ നടക്കുന്നത്. അപ്പോഴും ബിജെപി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളുടെയും പേരുകൾ ഈ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. പക്ഷേ കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു വിവാദം ചൂടുപിടിക്കുന്നത്. ഈ വിവാദത്തിലൂടെ ടിപ്പു സുൽത്താൻ വിരുദ്ധ വികാരം ചർച്ചയാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത്. കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിച്ച വ്യക്തിയാണ് ടിപ്പുവെന്നും അധിനിവേശ ശക്തിക്കെതിരായ വികാരം പ്രതിഫലിക്കുക എന്ന ലക്ഷ്യവുമാണ് ബിജെപി പയറ്റുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് കേരളത്തിൽ ബിജെപിക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ എന്നാണ് പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ ആദ്യം ചേരുന്നു പ്രേക്ഷകൻ ബാലകൃഷ്ണൻ വടകരയിൽ നിന്നും. ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പേരുമാറ്റ വിവാദം കേരളത്തിൽ ബിജെപി ലക്ഷ്യമിടുന്നത്, ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് താങ്കൾ കരുതുന്നു? നമസ്കാരം മാഡം. നമസ്കാരം. ബി.ജെ.പി നേട്ടമല്ല ലക്ഷ്യമിടുന്നത്. ബി.ജെ.പി സത്യം പറയുകയാണ്. വിദേശ അക്രമികൾ ഇവിടെ വന്ന് അക്രമം നടത്തി പോയിട്ട്, കേൾക്കാമോ മാഡം? കേൾക്കാം. അവരെ പേരിൽ ഇവിടെ പലതും സംഭവിക്കുന്നുണ്ട്. അത് ബി.ജെ.പിക്ക് നേട്ടത്തിന് വേണ്ടിയൊന്നല്ല. കെ സുരേന്ദ്രൻ ആർജവത്തോടെയാ പറഞ്ഞത്. അത് സ്ഥലത്തിന്റെ പേര് ഗണപതി വട്ടം എന്ന് തന്നെയാണ്. അതിൽ ഉറച്ചു നിൽക്കുന്ന, അതിൽ വോട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല സുരേന്ദ്രന്റെ പ്രശ്നം. സുരേന്ദ്രൻ വയനാട്ടിൽ ജയിക്കൂല എന്നുള്ള ഏത് 1.5 വയസ്സുള്ള കുട്ടിക്കും അറിയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ പല രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനെതിരെ പ്രതികരിച്ചു. ഇവർക്കെന്താ ഇത്ര വേവലാതി? ബാബറി മസ്ജിദ് കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കാം. ബാബറി മസ്ജിദ് വിദേശിയായ ബാബർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതാണ്. അത് ഞങ്ങൾ സ്വന്തമാക്കി. ആ ആർജവത്തോടെ ഞങ്ങൾ പറയൂ. അതാണ് ഇന്ത്യ മണ്ണ്. അതിനാരും വിരളി പൂണ്ടിട്ട് കാര്യമല്ല. ഇത് കേരളം എന്ന് പറഞ്ഞാൽ കേരളം സ്വതന്ത്ര റിപ്പബ്ലിക് ഒന്നുമല്ല. പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിക്കും സ്വീകരണം കിട്ടിയ സ്ഥലമൊന്നുമല്ല കേരളം. കേരളം യൂണിയൻ മിനിസ്ട്രിയുടെ ഫെഡറൽ സംവിധാനത്തിലെ ഒരു ഭരണ സംവിധാനമാണ്. ഭാരത രാജ്യമാണിത്. ഭാരതം ഭരിക്കുന്നത് RSS ആണ്. അത് മനസ്സിലായിക്കൊള്ളണം. പിന്നെ MP ശ്രേയസ് കുമാർ ഇന്നലെ പറഞ്ഞു സുരേന്ദ്രൻ എന്തു പറയാൻ. MP ശ്രേയസ് കുമാർ ആരാ? ഇന്ത്യയിൽ 1% വോട്ടുണ്ടോ MP ശ്രേയസ് കുമാറിന്റെ പാർട്ടിക്ക്? കാലഘട്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന ഒരു പാർട്ടിയല്ലേ MP ശ്രേയസ് കുമാറിന്റെ പാർട്ടി. അതുകൊണ്ട് അഭിപ്രായം പറഞ്ഞുകൂടുന്നില്ലല്ലോ ശ്രീ ബാലകൃഷ്ണൻ. എന്തായാലും പല പേരുകൾ ചരിത്രത്തിൽ പല പേരുകൾ സുൽത്താൻ ബത്തേരിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലൊന്നാണ് ഗണപതി വട്ടം എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നു? അതും ആ ഗണപതി വട്ടം എന്ന പേര് തന്നെ വേണം എന്ന ഒരു വിവാദം എന്താണ് ഇതിലൂടെ ബിജെപി ലക്ഷ്യമിടുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സത്യം തുറന്നു പറയും. അത് സുരേന്ദ്രൻ ആർജവത്തോടെ പറയും. ഇന്ന് ഇന്ത്യയിൽ പറയാൻ കഴിവുള്ള ഒരു, കേരളത്തിൽ പറയാൻ ഒരു കഴിവുള്ള ഒരു നേതാവുണ്ട്, സുരേന്ദ്രൻ തന്നെയേ ഉള്ളൂ. സംഘപരി RSS ആണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. അതിനൊന്നും ആരും ചൊറിഞ്ഞിട്ട് കാര്യമില്ല. ശരി. ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായം പങ്കുവച്ചത്. ദാസൻ എന്ന പ്രേക്ഷകനുണ്ട് കണ്ണൂരിൽ നിന്നും. ദാസൻ, ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ല, നമ്മൾ ഇതുവരെ പേടിച്ചത് ഈ PFI മറ്റേ SDP-നെയൊക്കെയാണ്. ഇപ്പൊ അതിലും ഭയങ്കരമായിട്ട് ഈ BJP RSS. കാര്യം ഞാൻ പറയുന്നത്, ഇന്ത്യ രാജ്യം ഒരു മുസ്ലിമിന്റെയോ ഒരു ഹിന്ദുവിന്റെയോ ഒരു ക്രിസ്ത്യാനിന്റെയോ തറവാട് സ്വത്തല്ല. ഇന്ത്യ എല്ലാവർക്കും ഉള്ളതാണ്. ഇവിടെ ആരും അവനവന്റെ പാട് നോക്കി ജീവിച്ചാൽ മതി. നമുക്ക് 60, 70, 80 വയസ്സ് ജീവിതമേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് നിങ്ങളൊരു 1500, 2000 കൊല്ലം ജീവിക്കുന്നവരുടെ കളി അവിടെ കളിക്കുന്നത് എന്ത് ആവശ്യം? നിങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ല 2 കിലോ ബീഫും പന്നിയും പോത്തലുമായി തിന്ന് വെളിയിലാണ്ട് പെഗലടിച്ച് നല്ല ആനന്ദമായിട്ട് ജീവിക്കുക. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അരിയും പിടിയും കഴിക്കുക. എന്ത് കാര്യം കൊണ്ട് പാട് വിദ്യകൾ? ഇത്ര പറയാനില്ല, അപ്പൊ ഒന്നും പറയാനില്ല. ശരി.
ദാസൻ എന്ന പ്രേക്ഷകനാണ് കണ്ണൂരിൽ നിന്നും വിളിച്ചത്. എന്തായാലും BJP ഈ വിവാദത്തിൽ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഗണപതി വെട്ടം എന്നതാണ് ഔദ്യോഗിക നാമം. അതുകൊണ്ട് തന്നെ അതിന് പ്രഥമ പരിഗണന നൽകും MP ആയാൽ എന്നതാണ് സുരേന്ദ്രൻ ഉയർത്തുന്നത്. ഇന്ന് സുരേന്ദ്രന്റെ പ്രചാരണ പോസ്റ്ററുകൾ പുറത്തിറങ്ങിയതും ഗണപതി വട്ടം അവിടെ പരിപാടി നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മുഹമ്മയിൽ നിന്ന് തങ്കച്ചൻ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് ഏതാണ്ട് 2 ആഴ്ച മാത്രമേ ഉള്ളൂ കേരളത്തിൽ പോളിംഗ് നടക്കാൻ. ആ ഘട്ടത്തിലാണ് ഈ പേര് വിവാദം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നമുക്കറിയാം BJPയെ സംബന്ധിച്ച് അവർ വലിയ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമൊന്നുമല്ല വയനാട്. പക്ഷേ അവരുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായിരിക്കും ഈ പേരുമാറ്റ വിവാദം ഈ ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെ BJP ലക്ഷ്യമിടുന്നത്? ശ്രീ തങ്കച്ചൻ, TV-യിൽ ശ്രദ്ധിക്കാതെ സംസാരിക്കും. സാറേ, മേഡം, ഇത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആള് ഈ വർഗീയതയുടെ വിഷം തുപ്പുന്ന ആളാണ്. ക്രിസ്ത്യാനിനെയും മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിച്ച് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. ഇത് ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും പിന്നെ ഒക്കെ പരിപാവനമാക്കിയ ഒരു മണ്ണാണ് ഈ കേരളം. അത് നരേന്ദ്രമോദിക്കോ ഈ കെ സുരേന്ദ്രന് ശ്രീധരൻ കിട്ടിയതല്ല. ഈ കേരളത്തിൽ ഇവരുടെ വർഗീയ ഫാസിസ്റ്റ് പ്രവർത്തനം നടക്കില്ല. ഇത് കേരളമാണ്. ഇവര് ആർജവമുള്ള ഒരു നാടാണിത്. ഇത് കേരളമാണ്. ഇത് ഇവർ ഓർത്തോളണം. ഇത് UP-യോ ബീഹാറോ ഒറീസയോ അല്ല. ഇത് കേരളമാണ്. ഇവിടെ വർഗീയ ഫാസിസ്റ്റിന്റെ ഒരു വർഗീയത ഇവിടെ നടക്കില്ല. ഇത് കേരളമാണെന്ന്. ഇത് P. കൃഷ്ണപിള്ളയും അതുപോലുള്ള മഹാരഥന്മാർ പരിപാപനമായി ചവിട്ടി മെതിച്ച് കുഴച്ചിട്ടിരിക്കുന്ന മണ്ണാണെന്നത് ഇത് ഇവർക്ക് അറിയില്ലെന്ന്. ഈ സുരേന്ദ്രന്റെ സ്ഥാനം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം ചവിട്ട് ഒറ്റയിലിടും നരേന്ദ്രമോദിയും അമിത്ഷായും. കാരണം കേരളത്തിൽ ഒരു സീറ്റ് BJPക്ക് കിട്ടത്തില്ല. അതിന്റെ വെപ്രാളത്തിലാണ് സുരേന്ദ്രൻ. ശരി, തങ്കച്ചൻ എന്ന പ്രേക്ഷകനാണ് ഇപ്പോൾ വിളിച്ചതും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞതും. എന്തായാലും ഈ വർഗീയ ശക്തികളുടെ ഒരു തരത്തിലുള്ള നീക്കവും ഇവിടെ കേരളത്തിൽ ഫലം കാണില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു പ്രേക്ഷകൻ സുധീർ തൃത്താലയിൽ നിന്നും ചേരുന്നു. സുധീർ, എന്താണ് ഈ നീക്കത്തിലൂടെ BJP ലക്ഷ്യമിടുന്നതെന്നാണ് താങ്കൾ കരുതുന്നത്? BJPക്ക് ദേശീയ തലത്തിൽ ഇത്തരം പല അജണ്ടകളുമുണ്ട്. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് കേരളത്തിലും സംഭവിക്കുന്നതെന്നാണോ കരുതുന്നത്? അതിന്റെ തുടർച്ച തന്നെയാണ്. പക്ഷെ ഇവിടുള്ള ഈ ക്രിസ്ത്യൻ മിഷന്മാർ മറ്റുണ്ടല്ലോ, ക്രിസ്ത്യൻ സഭകള്, അവരൊക്കെ അത് കണ്ട് മനസ്സിലാക്കണം. ഇപ്പൊ ക്രിസ്ത്യൻ സഭകളാണ് ഇപ്പൊ ഈ BJPയുടെ പിന്നാലെ ചെറുതായിട്ടൊരു ആട്ടംപാടി നടക്കുന്നത്. അവരത് മനസ്സിലാക്കണത്. ഇത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് എന്താണ് പള്ളി കുഴിക്കാൻ വെക്കുക. ക്രിസ്ത്യൻ പള്ളിയാണ്, ഏത് പള്ളിയാണ്, അവര് അത് സാധനം കുഴിക്കാനുള്ള പരിപാടിയാണ്. അതിന് ഭരണകൂട ഒത്താശയുണ്ട്, എല്ലാ ഇതുണ്ട്, കോടതി അടക്കമുണ്ട്. പല കോടതി വിധികളും വിഡ്ഢിത്തരമായുള്ള കോടതി വിധികളാണ് വരുന്നത്. അതിന്റെ മറവില് അവിടെ കുഴിക്കാൻ നടക്കുക. അപ്പൊ കേരളത്തിൽ യാതൊരു സ്വാധീനമില്ലാത്ത ടീമാണ് ഈ സംഘപരിവാർ ടീം, ഈ BJP. അവരിപ്പോ ഇത് ഇങ്ങനെ പറയുന്നത് സ്ഥലത്തിന്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അവർക്കൊരു സ്വാധീനം കിട്ടി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ കാട്ടും, ഇതൊക്കെ മനസ്സിലാക്കണം. മീഡിയകൾ നല്ല കവറേജ് കൊടുക്കുന്നുണ്ട്. അതായത് മുന്നേ പറഞ്ഞ ജനങ്ങൾക്ക് ഈ BJP എന്ന് പറഞ്ഞാൽ പറയാനൊരു മടി ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള ലെവലിലൊക്കെ ആയിരുന്നു. അങ്ങനെ പരിവപ്പെടുത്തിയിരിക്കുന്നത് വരും. സുരേന്ദ്രൻ പലതും പറയും, പക്ഷെ കേരളം അങ്ങനെയല്ല. ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെ അല്ലാത്തത് കൊണ്ട് പിടിച്ചു നിൽക്കാം. അതാണ് പറയാനുള്ളത്. ശരി, വളരെ നന്ദി സുധീർ, വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. എന്തായാലും ദേശീയ തലത്തിൽ നടത്തി വരുന്ന അജണ്ടയുടെ തുടർച്ച എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം തന്നെ ഏതാണ്ട് 1 ഡസനോളം സ്ഥലങ്ങളുടെ പേരുകളാണ് മാറ്റിയിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയായ ഒരു വിവാദമാണ് കേരളത്തിലും ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അഭിമന്യു എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു നമുക്കൊപ്പം ബംഗളൂരുവിൽ നിന്നും. അഭിമന്യു, കേരളത്തിലും ഇത്തരമൊരു വിവാദം വരികയാണ്. സുൽത്താൻ ബത്തേരി അത് ഗണപതി വട്ടം എന്ന പേരിലേക്ക് മാറ്റും എന്നതാണ് BJP പറയുന്നത്. ഈ ചർച്ച കേരളത്തിൽ എന്തെങ്കിലും നേട്ടം BJPക്ക് ഉണ്ടാക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്ത് ചർച്ച ചെയ്താലും BJPക്ക് കേരളത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഒരു സത്യസന്ധമായ കാര്യമാണ്. രണ്ടാമത് എന്റെ ഒരു ചരിത്രപരമായ അറിവ് വെച്ച് പറയുന്നത്, നമ്മളെ ഈ സുൽത്താൻ ബത്തേരി ഉൾപ്പെടെ കേരളത്തിൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് നമ്പൂതിരിമാരും മറ്റ് സാമൂതിരിമാരും. അവര് നമ്മളെ വഴി നടക്കാൻ പറ്റാതെ
കഞ്ഞിക്കുഴിയിൽ കുത്തി തന്നൊക്കെയാണ് നമ്മൾ ഭരിച്ചോണ്ടിരുന്നത്. അവരെയാണ് ടിപ്പു സുൽത്താൻ വന്ന് കൊന്ന് സ്ഥലം മാറ്റുവോ പേര് മാറ്റുവോ എന്ത് മാറ്റുവോ ചെയ്തത്. ആ ടിപ്പു സുൽത്താൻ പിന്നെ ബ്രിട്ടീഷുകാരുടെ കൈ കൊണ്ട് ചത്തു. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയി. ഇപ്പോ നമ്മള് എന്തോ ടിപ്പു സുൽത്താൻ ആരെയോ കൊന്നു, പേര് മാറ്റി, ആ പേര് തിരിച്ചു കൊണ്ടുവരണം, അവരൊക്കെ ഹിന്ദുക്കളായിരുന്നു എന്ന് പറയുന്നത് നമ്മളെ ഹിന്ദുക്കളെ കൊന്നു, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു തോട്ട് എല്ലാവരിലേക്കും ഇൻജക്ട് ചെയ്തത്. അങ്ങനെയെങ്കിലും ഒരു 4 വോട്ട് നമുക്ക് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ വർഗീയപരമായ ചേരിതിരിവ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു കുറച്ച് നാളത്തേക്ക് എന്തെങ്കിലും ഒരു ലാഭം കിട്ടുമെന്നല്ലാതെ അത് കുറെ പേരുടെ ആൾക്കാരുടെ മൈൻഡിൽ കിടക്കും. ഇപ്പൊ തന്നെയാണെങ്കിലും ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ്. അവിടെ ഹിന്ദു ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, മുസ്ലിമുകളും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഹിന്ദുക്കൾ, ഞങ്ങള് ഔദാര്യത്തിൽ നിങ്ങളിവിടെ താമസിക്കുന്നു, ഞങ്ങൾ ക്രിസ്ത്യാനികൾ, ഞങ്ങളെ നിങ്ങൾ പ്രേമിച്ചും വഞ്ചിച്ചും അങ്ങനെയൊക്കെ കെട്ടിക്കാനായിട്ട് വരുന്നു, ഞങ്ങൾ മുസ്ലിങ്ങള്, ഞങ്ങൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പറപ്പിച്ച് കളയും. അങ്ങനെയുള്ള ഓരോ ഭീതി ഓരോ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇൻജക്ട് ചെയ്യുകയാണ്. അത് മുമ്പോട്ട് പോകുന്നതോറും ഒരുപാട് വിഷയങ്ങൾക്ക് കാരണമാകുമെന്നല്ലാതെ പഴയ കാര്യങ്ങൾ തപ്പിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, പഴയ കഥകളും പഴയ ഹിസ്റ്ററിയൊക്കെ തപ്പിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലാത്തത് ഒന്നും കിട്ടില്ല. ശരി, അതാണ് എന്റെ അഭിപ്രായം. ശരി. അഭിമന്യുവാണ് ബംഗളൂരുവിൽ നിന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത്. ഇപ്പോൾ ഷഫീർ എന്ന പ്രേക്ഷകനുണ്ട് ജയ്പൂരിൽ നിന്നും. ഷഫീർ, ഈ പേര് വിവാദം രാജ്യത്ത് ആദ്യമല്ല. നിരവധി പേര് മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്. മൈതാനത്തിൻ്റെത്, സ്ഥലങ്ങളുടേത്, രാജ്യത്തിൻ്റെ പേര് തന്നെ മാറ്റാനുള്ള നീക്കങ്ങളും വലിയ വിവാദങ്ങളും ഒക്കെ സൃഷ്ടിച്ചതാണ്. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയുടെ കാര്യത്തിലും സമാനമായ നിലയിൽ ഒരു വിവാദം ഉടലെടുത്തിരിക്കുന്നതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആദ്യം എന്താ പറയുക, ഈ സുരേന്ദ്രൻ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തില് ഇപ്പോൾ സൗദിയിൽ കഴിയുന്ന അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് 34 കോടി രൂപയാണ് നമ്മളെ കേരളത്തിൽ നിന്ന് ഫണ്ട് ഇത്രയും സ്വരൂപിപ്പിച്ചത്. അപ്പൊ ഈ കേരളത്തില് ഇങ്ങനെ ഭിന്നത പറഞ്ഞ് മുന്നോട്ട് പോയി കേരളത്തിലെ ജനങ്ങളെ മൊത്തം ഭിന്നിപ്പിച്ചിട്ട് എന്ത് നേട്ടം നേടാനാണുള്ളത്? ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് എല്ലാവരും ഐക്യപരമായിട്ട് പോകണം. ഒരു നാടിന്റെ ഒരു പേര് മാറ്റിക്കൊണ്ട് ജനങ്ങൾക്ക് എന്ത് നേട്ടം കിട്ടാനുള്ളത്? അതിൽ അവരെന്താണ് വിജയം കാണുന്നത്? നമുക്ക് ജനങ്ങളെ പോക്കറ്റിൽ എന്താണ് അവർക്ക് കുത്തി കയറ്റാനുള്ളത്? അത് അവർക്ക് വ്യക്തമായുള്ള ഒരു റിപ്പോർട്ട് അവരെന്തായാലും തരണം. കാരണം ഓരോ സ്ഥലം മാറ്റിയത് കൊണ്ട് ആ നാട്ടിലുള്ള ജനങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ള ഒരു ജനത്തിന് എന്ത് നേട്ടമുണ്ട്? ഇപ്പോഴും അതിനെ കുറിച്ചൊരു ധാരണയില്ല. വെറുതെ ഒരു സ്ഥലം മാറ്റിയിട്ട് ഇനി വരും തലമുറക്ക് വീണ്ടും ഈ ഭിന്നിപ്പിന്റെ ഈ കണികകൾ ഇട്ട് കൊടുത്തിട്ട് എന്ത് നേട്ടമാണ് ഈ രാജ്യത്തിന് കിട്ടാനുള്ളത്? ഇപ്പോഴും അതിന് എന്താ പറയാ, പണ്ട് ബ്രിട്ടീഷുകാർ ജാതിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ട വർഗീയത എല്ലാം ഇപ്പോഴും അതിന്റെ ഓരോ അംശം ഇവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ കേരളത്തില് ഒരിക്കലും ഈ എന്താ പറയാ ഭിന്നിപ്പ് ഒരിക്കലും നമ്മൾ നിലനിർത്തൂല. അത് എപ്പോഴും നമ്മൾ സൗഹൃദത്തിന്റെ ലെവലിൽ മുന്നോട്ട് പോകാനാണ് നമ്മളെ താല്പര്യം. ശരി, എന്തായാലും ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് BJP പയറ്റുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഗോവിന്ദൻകുട്ടി എന്ന പ്രേക്ഷകനുണ്ട് മലപ്പുറത്ത് നിന്നും. ശ്രീ ഗോവിന്ദൻകുട്ടി, താങ്കൾ എങ്ങനെ ഈ വിഷയങ്ങളെ നോക്കിക്കാണുന്നു? MP ആയാൽ ചെയ്യുന്ന പ്രഥമ പരിഗണനയുള്ള കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പേരുമാറ്റം സുരേന്ദ്രൻ ഉന്നയിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ ഈ വിധത്തിൽ ചർച്ച ചെയ്യേണ്ടതോ ആയ ഒരു കാര്യമില്ല, അത്ര പ്രസക്തി നൽകേണ്ട കാര്യമല്ല ഇത് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇത് എന്നെ സംബന്ധിച്ച് പ്രഥമ പരിഗണന നൽകേണ്ട വിഷയമല്ല. എങ്കിൽ തന്നെ ഇത് നമ്മളുടെ നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള പല സ്ഥലങ്ങളുടെയും പാരമ്പര്യമായി നമുക്ക് കിട്ടിയിട്ടുള്ള പല സ്ഥലങ്ങളുടെയും പേരുകൾ മുന്നേ മാറ്റിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ തിരുവനന്തപുരം മാറ്റിയിട്ടുണ്ട്, തൃശ്ശൂർ മാറ്റിയിട്ടുണ്ട്, കൊച്ചിൻ ആയിരുന്നു ഈ കൊച്ചിയുടെ മുന്നത്തെ പേര്. അതേപോലെ നമ്മൾ ഭാരതത്തിൽ ഒരുപാട് സ്ഥലങ്ങളുടെ പേര് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഇത് ഇങ്ങനെ ഒരു അക്രമകാരി ആയിരുന്നു സുൽത്താൻ എന്നുള്ള ഒരു സത്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് മാറ്റാവുന്നതേ ഉള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. അത് വർഗീയപരമായിട്ട് അല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് മാറ്റേണ്ടതാണ്. ശരി, വളരെ നന്ദി ഗോവിന്ദൻകുട്ടി വിളിച്ചതിന്. ഇപ്പോൾ ജോസഫ് എന്ന പ്രേക്ഷകൻ വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. ജോസഫ്,
ക്ഷമിക്കണം, ജോൺസൺ എന്ന പ്രേക്ഷകൻ വയനാട്ടിൽ നിന്ന്. ജോൺസൺ, ആദ്യമായാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ വയനാട്ടിൽ നിന്ന് തന്നെ ഒരു പ്രേക്ഷകൻ ചേരുന്നത്. താങ്കൾ സുൽത്താൻ ബത്തേരിക്കാരനാണോ? ഈ പേരുമാറ്റ വിവാദം അവിടെ എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്? നമസ്കാരം, എന്റെ പേര് ജോൺസൺ എന്നാണ്. വയനാട് ചെറുകാട്ടൂരിൽ നിന്നാണ്. ഞാനൊരു വയനാട്ടുകാരൻ എന്ന രീതിയിൽ സുരേന്ദ്രനെ പോലൊരു പ്രമുഖ വ്യക്തിയോട്, BJPയുടെ വലിയൊരു നേതാവിനോട് പറയാനുള്ളത്, ഇവിടെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടും ഒട്ടനവധി പ്രശ്നങ്ങൾ വയനാട്ടിലെ ജനത അഭിമുഖീകരിക്കുന്നുണ്ട്. വയനാട്ടിലെ വന്യമൃഗശല്യം, ഒട്ടേറെ മരണങ്ങൾ, ഇവിടുത്തെ ഗതാഗത പ്രശ്നങ്ങൾ, രാത്രി യാത്രാ നിരോധനം, കർഷകരുടെ പ്രശ്നങ്ങൾ, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ, ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ നാട് അഭിമുഖീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനെയൊക്കെ തമസ്കരിച്ചുകൊണ്ട് സുരേന്ദ്രനെ പോലൊരു നേതാവ് ഒരു ഉത്തരവാദിത്വമില്ലാതെ തനി രാഷ്ട്രീയം കളിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം രാഷ്ട്രീയ കളിക്കലുകളാണ് ഈ നാടിന്റെ ശാപം. തീർച്ചയായിട്ടും വിദ്യാഭ്യാസമുള്ള സമൂഹമാണ് ഇന്ന് കാണുന്നത്, ഇത് അനുഭവിക്കുന്നത്. അവരിതിന് തിരിച്ചടി കൊടുക്കും. ഏതായാലും വലിയൊരു ഭൂരിപക്ഷത്തിൽ ഇവിടെ രാഹുൽ ഗാന്ധി ജയിക്കാനാണ് സാധ്യത. രാഷ്ട്രീയം പറയുകയല്ല, ന്യായത്തോടെ വിവേകത്തോടെ ചിന്തിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാവും സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാർ, എല്ലാ പാർട്ടികളും ഇതുപോലെ വിവരമില്ലാത്ത നേതാക്കന്മാർ, അവരുടെ നേതാക്കന്മാരുടെ ഭരണത്തിന്റെ ദുരവസ്ഥയാണ് ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്നത്. ന്യായമായ പ്രശ്നങ്ങളിലേക്ക് അവരുടെ കാര്യങ്ങൾ ഗവനിക്കാതെ തീർച്ചയായും ഇത്തരം ഒരടിസ്ഥാനവുമില്ലാത്ത പേര് പോലുള്ള കാര്യങ്ങളിലേക്കൊന്നും വലിച്ചടിച്ച് ന്യായമായ കാര്യങ്ങളൊന്നും വ്യതിചലിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും. ജോൺസൺ, ഞാൻ വയനാട്ടുകാരനായതുകൊണ്ട് തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ഇപ്പോൾ BJP പറയുന്നത് മറ്റു വിഷയങ്ങൾ സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്, അതിനോടൊപ്പമാണ് ഈ വിഷയവും ചൂണ്ടിക്കാട്ടിയത് എന്നതാണ്. അതിനോടൊപ്പം തന്നെ അവർ പറയുന്നത് സർക്കാരിൻ്റെ രേഖകളിൽ തന്നെ ഈ പേര് പരാമർശിക്കുന്നുണ്ട് എന്നതാണ്. നമുക്കറിയാം, നേരത്തെ പല പേരുകളിൽ ഹണ്ണരടു വീതിയായാലും പാറക്മിത്തൽ എന്നായാലും അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ പേര് സുൽത്താൻ ബത്തേരിക്ക് ഉണ്ടായിരുന്നു എന്നതൊരു വസ്തുതയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം. അതിൽ ഇങ്ങനെ ഒരു പേര് BJP മുന്നോട്ട് വയ്ക്കുന്നു. ഒരു പേരുമാറ്റം, അതിനെക്കുറിച്ച് ജനങ്ങളുടെ ഒരു പൊതുവികാരം എന്താണ്? അതിൻ്റെ ഒരു സാഹചര്യവുമില്ല എന്നത് തന്നെയാണോ ഒരു പൊതുവികാരം വയനാട്ടിൽ? തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പേരുമാറ്റത്തിലല്ല കാര്യം. ബത്തേരിയുടെ വികസനം, മാനന്തവാടിയുടെ വികസനം, കൽപ്പറ്റയുടെ വികസനം, വയനാടിന്റെ സമഗ്ര വികസനം, അതാണ് വയനാട്ടുകാരെന്ന രീതിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ സുരേന്ദ്രൻ ഒരു കാര്യം ചെയ്യട്ടെ. സുരേന്ദ്രന്, ബഹുമാനപ്പെട്ട സുരേന്ദ്രൻ, അദ്ദേഹത്തിന് നട്ടലുണ്ടെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ള പാർട്ടിക്കാരെ സംയോജിപ്പിച്ച്, അല്ലെ BJPയിൽ എന്ത് ഭരിക്കുന്നു, ഇവിടെ റെയിൽവേ കൊണ്ടുപോകാം. എനിക്ക് 54 വയസ്സായ മനുഷ്യനാണ്. ഒരു റെയിൽവേ കാണാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്, ഈ വയനാട്ടിലുണ്ട്. ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് പ്രശ്നം പരിഹരിക്കാൻ, ഞങ്ങളുടെ യാത്രാ നിരോധനം, അതിലൊക്കെ മുൻകൈ എടുക്കും. അല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാതെ വെറുതെ വിടുവായത്തം പറഞ്ഞ് ശരിയല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ശരി, അപ്രസക്തമായ വിഷയങ്ങളിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ കൊണ്ടുപോകുന്നത്. ഒരു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുക, അത് ഉന്നയിക്കുക, അതിൽ ഇടപെടുക എന്നതാണ് കെ സുരേന്ദ്രനെ പോലെ ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്നതാണ് വയനാട്ടുകാരൻ കൂടിയായ ആ പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഉണ്ടായേ പറ്റൂ. സുൽത്താൻ ബത്തേരി പേരുമാറ്റ വിവാദത്തിലൂടെ BJP ലക്ഷ്യമിടുന്നത് എന്ത് എന്നതാണ് ഇന്ന് പൊതുവേദി പരിശോധിക്കുന്നത്. വിനേഷ് എന്ന പ്രേക്ഷകൻ എറണാകുളത്ത് നിന്ന് ചേരുകയാണ്. വിനേഷ്, ഈ വിവാദം അനാവശ്യവും അനവസരത്തിലുള്ളതുമാണ് എന്ന് ഒരു വയനാട്ടുകാരൻ തന്നെ നമ്മളോട് അല്പം മുമ്പ് പ്രതികരിച്ചു. താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തെരഞ്ഞെടുപ്പിന് 2 ആഴ്ചയുള്ളപ്പോൾ ഇത്തരം ഒരു വിവാദമാണോ ചർച്ചയാകേണ്ടത്? ഇങ്ങനെ ഒരു വിവാദം ചർച്ചയാക്കിക്കൊണ്ട് BJPക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടം കേരളത്തിൽ ഉണ്ടോ? ഇതിനകത്ത് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കാരണവശാലാണ് അത് ചർച്ച ചെയ്യുന്നത്? ആ പേരില് യാതൊരു മാറ്റത്തിന് കാര്യമില്ലെങ്കിൽ ഈ TV മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുമോ? TV-യിൽ ഉള്ള ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇത് ചർച്ചയാകുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം ഉയർന്ന സാഹചര്യത്തിലാണ്. അതെ, വിവാദം വരുന്നത് ഈ പേര് സാമ്യം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ വിവാദം ഇല്ലല്ലോ. സുരേന്ദ്രൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് അങ്ങോട്ട് വിടുക, അതാണല്ലോ ഇതായിട്ടുള്ളത്. ഇപ്പൊ അതില് തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നത്,
ശരി, താങ്കൾ ടി വിയിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. ഇനി അടുത്ത തവണ വിളിക്കുമ്പോഴെങ്കിലും ടി വിയിൽ ശ്രദ്ധിക്കാതെ സംസാരിക്കാൻ ശ്രമിക്കുക. സോഫി എന്ന പ്രേക്ഷകൻ വെള്ളമുണ്ടയിൽ നിന്ന് ചേരുന്നു. സോഫി, ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? BJP ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ് എന്നാണ് താങ്കൾ കരുതുന്നത്? നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ നിരവധി പേരുമാറ്റ വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. പലതും പേര് മാറ്റിയ സാഹചര്യവും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ചർച്ച കേരളത്തിലും ഉരുത്തിരിയുന്നതിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? എന്റെ അഭിപ്രായം ഏത് കാരണത്തിലാണ് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റേണ്ടത്? ഗണപതി ഭട്ടം എന്നുള്ളത് പേര് പറഞ്ഞതിനെ കൊണ്ടൊന്നും ഇന്ത്യക്ക് കേരളത്തിന് ഒരു നേട്ടവും ഉണ്ടാവില്ല. ഗണപതി ഭട്ടത്തിനേക്കാൾ നല്ല ഗണപതി പൊട്ടൻ ഇടലാണ് എന്റെ അഭിപ്രായം. ശരി, സുരേന്ദ്രൻ എന്ന പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്നും. സുരേന്ദ്രൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം മാഡം. എനിക്ക് പറയാനുള്ളത്, ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി വളരെ ആർജവത്തോടുകൂടി പറയും എല്ലാ കാര്യങ്ങളും ആർജവത്തോടുകൂടി പറയേണ്ട വ്യക്തിയാണ്. പക്ഷെ ഒന്നും നടപ്പാവില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. കാരണം 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞൊരു വലിയ ട്രോളായി മാറിയ ഒരു വാക്കായിരുന്നു അത്. പിന്നെ രണ്ടാമത്തെ പറഞ്ഞ 35 അസംബ്ലിയിലേക്ക് 35 MLA-മാരുണ്ടെങ്കിൽ കേരളം ഭരിക്കാന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി. പിന്നെ അതുമാതിരി തന്നെ കള്ളക്കടത്ത് സമയത്ത് പറഞ്ഞു CM-ന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന്. അപ്പൊ ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ഇരിക്കുന്ന വ്യക്തിയൊന്നല്ല. അദ്ദേഹത്തെ സാധാരണ ഇപ്പൊ BJP-യുടെ ചരിത്രം അനുസരിച്ച് ഈ BJP പ്രസിഡന്റുമാര് ഇലക്ഷൻ കഴിഞ്ഞാൽ അപ്പൊ ഗവർണർമാരായിട്ട് പോസ്റ്റ് ചെയ്യാറ് പതിവ്. ഇദ്ദേഹത്തിന് മിക്കവാറും ഒരു ഗവർണർ പോസ്റ്റ് കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. നടക്കാത്ത കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഈ അഹമ്മദാബാദ്, ഗസിയാബാദ്, അതുപോലെ തന്നെ കുറെ പേരുകൾ മാറ്റാനുണ്ട്. അവിടെയൊക്കെ മാറ്റിയിട്ടും പോരെന്നാണ് കേരളത്തിൽ മാറ്റാനായിട്ട്. ശരി, വളരെ നന്ദി വിളിച്ചതിന് സുരേന്ദ്രൻ. ഡേവിഡ് വിജയ് എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. ഡേവിഡ്, താങ്കൾ എങ്ങനെ ഈ വിവാദത്തെ നോക്കിക്കാണുന്നു? ഞാൻ സുൽത്താൻ ബത്തേരിയായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരാളാണ്. അവിടെ ഒരു ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഗ്യാസ് പൈപ്പിങ്ങിൽ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2014 എന്റെ ഓർമ്മ, എന്റെ ഒരു സുഹൃത്തിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിന്റെ ആക്ച്വൽ പേര് സുൽത്താൻസ് ബാറ്ററി എന്നാണ്. കാരണം ടിപ്പു സുൽത്താന്റെ ആയുധപ്പുരയായിരുന്നത്. ഇപ്പൊ കൊച്ചിയിൽ ആലുവ അടുത്ത് നേവൽ ബാറ്ററി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അത് നേവൽ ബാറ്ററി എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നേവിയുടെ ആയുധപ്പുര ആലുവയ്ക്ക് പോകുന്ന വഴിക്ക് ഉള്ളില്. അപ്പൊ ഇയാളൊരു വിഡ്ഢിത്തരം പറഞ്ഞു എന്ന് വെച്ചിട്ട് നേരത്തെ ഒരാൾ പറഞ്ഞു ശരി 2 ദിവസം അങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സുൽത്താൻ അല്ല ബത്തേരി എന്ന് പറഞ്ഞൊരു വാക്കൊന്നുമില്ല. സുൽത്താൻസ് ബാറ്ററി, ടിപ്പു സുൽത്താന്റെ ബാറ്ററി. കാരണം ഈ ബ്രിട്ടീഷുകാർ അവിടെ ഓക്യുപ്പൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു പഴയ കെട്ടിടത്തിന്റെ മുമ്പിൽ ഞാൻ ബോർഡ് കണ്ടിട്ടുണ്ട്, ഈ ഗണപതി വട്ടം എന്ന് എഴുതിയിട്ട്. ഒരു ഗണപതി ക്ഷേത്രം ഉണ്ട്, ശരിയാണ്, ആ ടൗണിന്റെ നടുക്ക്. പക്ഷെ ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. അത് പറഞ്ഞത് സുരേന്ദ്രൻ ആയതുകൊണ്ടും വെറുതെ ആവശ്യമില്ലാത്ത പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും ഇത് വെറുതെ എങ്ങനെ ആക്കേണ്ട ആവശ്യമുണ്ട്? അനാവശ്യ വിവാദമാണ് ഉയർത്തുന്നത്. ഈ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് ആ പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും പല കോണിൽ നിന്നും ഇതിനെതിരെ നിലപാടുകൾ ഉയരുമ്പോഴും വിവാദമാകുമ്പോഴും BJP ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരുടെ പ്രചാരണത്തിൽ ഉൾപ്പെടെ ഗണപതി വട്ടം എന്ന പേര് ഉപയോഗിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് കാത്തിരിക്കാം ഇത് എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ഉള്ള കാര്യം. വളരെ നന്ദി പൊതുവേദിയിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും. പൊതുവേദി ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.